മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ചപ്പാത്തി നിർമ്മാണ യന്ത്രത്തിൽ കൈയകപ്പെട്ട കാസർഗോഡ് സ്വദേശിനിയുടെ അറ്റുപോയ വലതുകൈ അതിസങ്കീർണ പുനർനിർമ്മാണ ശസ്ത്രക്രിയയിലൂടെ കൂട്ടിച്ചേർത്തു. കണ്ണൂർ ആസ്റ്റമിംസ് ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മെഡിക്കൽ സംഘമാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന ശസ്ത്രക്രിയാ ദൗത്യം പൂർത്തിയാക്കിയത്. അപകടത്തിന്റെ തീവ്രതയും സങ്കീർണതയും കണക്കിലെടുത്ത് അടിയന്തരമായി ക്രമീകരിച്ച അത്യാധുനിക മൈക്രോ സർജറി സംവിധാനത്തിലൂടെയാണ് രോഗിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചത്. യുവതി ജോലി ചെയ്യുന്ന ചപ്പാത്തി നിർമ്മാണ യൂണിറ്റിൽ വെച്ചായിരുന്നു അപ്രതീക്ഷിത അപകടം സംഭവിച്ചത്. ചപ്പാത്തി പരത്തുന്ന യന്ത്രത്തിലേക്ക് മാവ് ഇട്ടുകൊടുക്കുന്നതിനിടെയാണ് കൈപ്പത്തി റോളറുകൾക്കിടയിൽ പെട്ട് അറ്റുപോയത്. യുവതിയുടെ മുൻകൈയിലെ അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങുകയും തൊലിയും മാംസപേശികളും പ്രധാന രക്തക്കുഴലുകളും പൂർണ്ണമായി ചതഞ്ഞരയുകയും ചെയ്ത നിലയിലായിരുന്നു. കൈയിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിലച്ച് കോശങ്ങൾ നശിക്കുന്ന സാഹചര്യത്തിലാണ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിബു കുട്ടപ്പന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം അറ്റുപോയ കൈ മണിക്കൂറുകൾ നീണ്ട സങ്കീർണ ശസ്ത്രക്രിയയിലൂടെയാണ് വിജയകരമായി കൂട്ടിച്ചേർത്തത്. തകർന്ന അസ്ഥികൾ പ്രത്യേക ലോഹക്കമ്പികൾ ഉപയോഗിച്ച് കൃത്യമായ ഘടനയിൽ പുനഃസ്ഥാപിച്ചതായിരുന്നു ആദ്യഘട്ടം. തുടർന്ന് ചതഞ്ഞരിഞ്ഞുപോയ രക്തക്കുഴലുകൾക്കും നാഡികൾക്കും പകരം യുവതിയുടെ കാലിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നും ആരോഗ്യമുള്ള രക്തക്കുഴലുകളും മാംസപേശികളും എടുത്താണ് കൈയിലേക്കുള്ള രക്തസഞ്ചാരം പുനഃസ്ഥാപിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിലെ തുടർച്ചയായ നിരീക്ഷണത്തിനൊടുവിൽ പരിക്കേറ്റ ഭാഗം പൂർണ്ണമായി സുഖം പ്രാപിക്കുകയും കൈയുടെ ചലനശേഷി തിരികെ ലഭിക്കുകയും ചെയ്ത യുവതി നിലവിൽ ഫിസിയോതെറാപ്പി ചികിത്സയിലാണ്. ശസ്ത്രക്രിയയിൽ ഡോക്ടർ അർജുൻ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ നിപുൻ, ഓർത്തോ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സന്ദീപ്, ഡോക്ടർ അനുപം, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ അനൂപ് ജോയ്, ഡോക്ടർ കീർത്തി എന്നിവർ പങ്കെടുത്തു. അപകടം നടന്ന ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനായതും രക്തയോട്ടം പൂർണ്ണമായി നിലയ്ക്കുന്നതിന് മുൻപ് ശസ്ത്രക്രിയാ നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞതുമാണ് ദൗത്യം വിജയകരമാക്കാൻ സഹായിച്ചതെന്ന് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര ചൂണ്ടിക്കാട്ടി. ശരീരഭാഗങ്ങൾ അറ്റുപോയതോ പൂർണ്ണമായി ചതഞ്ഞുപോയ ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമായ മെഡിക്കൽ സംവിധാനങ്ങളും വൈദഗ്ധ്യവും ആശുപത്രിയിൽ ലഭ്യമാണെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ് ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.